പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമേതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമേതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? കൂർഗിനെയും കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ചുരമേതാണ്? ഈ അടുത്ത കാലത്ത് കേരള PSCക്ക് പ്രത്യക്ഷപ്പെട്ട ചോദ്യങ്ങളാണ്. ചുരങ്ങൾ നിങ്ങളെ കുഴക്കുന്നുണ്ടോ? വരൂ, നമുക്കിന്ന് പഠിക്കാം, ഓർമ്മയിൽ നിർത്താം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരമേതാണ്? 2023 കേരള PSCക്ക് പ്രത്യക്ഷപ്പെട്ട ചോദ്യമാണ്. ആലട്ടി ചുരമാണ് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ചുരം. അപ്പോൾ ഏത് ജില്ലയിലായിരിക്കും? തീർച്ചയായും അത് കാസർഗോഡ് ജില്ലയിലായിരിക്കും. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡാണല്ലോ. കാസർഗോഡിനടുത്ത് കിടക്കുന്ന അതിർത്തി സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടകയാണ്. അപ്പോൾ കേരളത്തെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന കാസർഗോഡിലുള്ള ചുരമാണ് ആലട്ടി ചുരം. മറ്റൊരു ചോദ്യം നോക്കാം. കേരളത്തെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം 2022 10th പ്രിലിംസിന് വന്ന ചോദ്യമാണ്. പേരമ്പാടി ചുരമാണ്. കാസർഗോഡ് താഴെ ഏതാ ജില്ല? കണ്ണൂർ. തെക്കോട്ട് വരുമ്പോൾ കാസർഗോഡിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ ചുരമാണ് പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം മാത്രമല്ല കണ്ണൂരിലുള്ളത്, പാൽച്ചുരമുണ്ട്. അത് കണ്ണൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ്. പേരമ്പാടി ചുരത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ബന്ദിപ്പൂർ സങ്കേതത്തിനടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. കണ്ണൂർ കഴിഞ്ഞാൽ നമുക്ക് വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കാം. വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ഒരു ചുരമുണ്ട്, താമരശ്ശേരി ചുരമാണ്. വെള്ളാനകളുടെ നാട് കണ്ട ഒരാൾ കുതിരവട്ടം പപ്പുവിനെയും താമരശ്ശേരി ചുരത്തെയും മറക്കില്ല. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചുരം? താമരശ്ശേരി ചുരം വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. താമരശ്ശേരി ചുരത്തിന് വയനാട് ചുരം എന്നൊരു പേരുമുണ്ട്. പക്ഷേ തെറ്റിദ്ധരിക്കേണ്ട, മാർക്ക് മിസ്സാവണ്ട. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 766 ആണ്. NH 766 കോഴിക്കോടിനെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. NH 766 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയും NH 766 ആണ്. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി അത് കരിന്തണ്ടനാണ്. നമ്മളിപ്പോൾ താമരശ്ശേരി ചുരം വയനാടിൻ്റെ പ്രവേശന കവാടത്തിലൂടെ, കോഴിക്കോടാണ് താമരശ്ശേരി ചുരം, അത് വയനാടിൻ്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. വയനാടിൻ്റെ പ്രവേശന കവാടത്തിലൂടെ ഇപ്പോൾ നമ്മൾ വയനാട്ടിലെത്തി. വയനാട്ടിൽ മാനന്തവാടിയിലുള്ള ഒരു ചുരമാണ് പെരിയ ചുരം. മാനന്തവാടിയെയും മൈസൂരിനെയും ബന്ധിപ്പിക്കുന്നു. മാറിപ്പോകണ്ട, പേരമ്പാടി ചുരം കണ്ണൂരിലാണ്. പെരിയ ചുരം ഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? മറ്റൊരു പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ചോദ്യമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമടക്കം നമ്മൾ പറഞ്ഞ ചുരങ്ങളും ഇനി പറയാൻ പോകുന്ന ചുരങ്ങളും പശ്ചിമഘട്ടത്തിലാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ അറബിക്കടലിന് സമാന്തരമായി നീണ്ടുകിടക്കുന്ന പർവ്വതനിരകളാണ്. ഈ പർവ്വതനിരകൾക്ക് ഒരു സ്ഥലത്ത് വെച്ച് അതിൻ്റെ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. അതാണ് പാലക്കാട് വിടവ് അഥവാ പാലക്കാട് ചുരം എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ്. പശ്ചിമഘട്ടത്തിലെ മാത്രമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞതും ഏറ്റവും വീതി കൂടിയതുമായ ചുരമാണ് പാലക്കാട് ചുരം. പാലക്കാടൻ ചുരത്തിലൂടെയാണ് ഭാരതപ്പുഴ പൊള്ളാച്ചിയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരം, പാലക്കാട് ചുരത്തിൽ നിന്നാണ് ഉഷ്ണക്കാറ്റ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ കേരളത്തിലെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പാലക്കാട് ചുരത്തിലൂടെ കടന്നുപോയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് തമിഴ്നാടിന് കുറച്ചൊക്കെ മഴ ലഭിക്കുന്നത്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. NH 544 NH 44ലേക്ക് എത്തും. NH 44 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ്. പാലക്കാട് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ശ്രീനഗറിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള ദേശീയപാതയാണ്. NH 544 സേലത്ത് വെച്ച് ആരുമായി ചേരുന്നു? NH 44മായി ചേരുന്നു. അപ്പോൾ NH 44 ഓർക്കുക, ആ 44മായി ചേരുന്ന NH 544 അത്
പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ്. ഇനി നമുക്ക് ഇടുക്കിയിലേക്ക് എത്താം. ഇടുക്കിയിൽ ഒരുപാട് ചുരങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. ബൈക്ക് റൈഡേഴ്സിന് ഒരു കിടു റൂട്ടാണ്. അടിപൊളി കാഴ്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരു ഡെസ്റ്റിനേഷൻ പ്ലേസ് അല്ല, പക്ഷേ ഒരു അടിപൊളി യാത്രാമാർഗമാണിത്. കൊടൈക്കനാലും മുന്നാറും തുടങ്ങിയ ഒട്ടനവധി ഹിൽ സ്റ്റേഷനുകൾ ഈ ബോഡി നായ്ക്കന്നൂർ ചുരത്തിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കിയെ മധുരയുമായി യോജിപ്പിക്കുന്ന ചുരമാണ് ബോഡി നായ്ക്കന്നൂർ. ഇടുക്കിയിലാണ്. അതിലൂടെയും ഒരു ദേശീയപാത കടന്നു പോകുന്നുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH85. NH85 കൊച്ചിയെ ധനുഷ്കോടിയുമായി. ഇടുക്കിയിലെ മറ്റൊരു ചുരമാണ് കമ്പം ചുരം, തൊടുപുഴ തേനി. അതിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് NH183. കമ്പം ചുരം നിറയെ അതിമനോഹരമായ കാഴ്ചകളാണ്. കുമളി മുതൽ ലോവർ ക്യാമ്പ് വരെ ഇറക്കമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും വെള്ളം കൊണ്ടുപോകുന്ന വലിയ പെൻസ്റ്റോക്ക് പൈപ്പുകളും താഴെ തേനി ജില്ലയുടെ വിശാലമായ കാഴ്ചകളും ചുരം ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം. ചുരം ഇറങ്ങി ചെല്ലുന്നത് തമിഴ്നാടിൻ്റെ ഭാഗമായ ലോവർ ക്യാമ്പിലേക്കാണ്. ആ സ്ഥലം നിറയെ കുരങ്ങന്മാരാണ്. വഴിയരികിൽ ജമന്തി പൂക്കൾ, മുന്തിരി കൃഷി എല്ലാം കാണാം. എല്ലാത്തിനും മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം ആണ്. ഇപ്പോൾ കമ്പം ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH183 കേരളത്തിലെ കൊല്ലം നഗരത്തെയും തമിഴ്നാട്ടിലെ തേനി നഗരത്തെയും ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? PSC ചോദ്യം തന്നെയാണ്. NH744 ആണ്. NH544 നമുക്കറിയാം. NH544 ഏതിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്? NH544 പാലക്കാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH744 ആണ്. ആര്യങ്കാവ് ചുരത്തിന് അച്ചൻകോവിൽ ചുരം എന്നും ഒരു പേരുണ്ട്. ആര്യങ്കാവ് ചുരം ഓർക്കുക, കൊല്ലത്തെ പുനലൂരിനെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 744 ആണ്. 744 ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയായ 44 ബന്ധിപ്പിക്കുന്നു. അവസാനം ഒരു ചുരം കൂടി നമുക്ക് നോക്കാം. ആലുവാമൊഴി അഥവാ ആരംബോളി ചുരം കേരളത്തിലല്ല, പക്ഷേ തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. തിരുവിതാംകൂറിന് മദ്രാസ് പ്രൊവിൻസുമായി ബന്ധപ്പെടാനുള്ളൊരു ചുരമായിരുന്നു അത്. ആലുവാമൊഴി നിങ്ങൾ ഓർക്കുക, കേരളത്തിലുള്ള ചുരമല്ല, പക്ഷേ കേരളത്തിൻ്റെ തെക്കുഭാഗത്ത് പശ്ചിമഘട്ടം അഥവാ സഹ്യാദ്രി അഥവാ സഹ്യപർവ്വതം അതിൻ്റെ ഏറ്റവും തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചുരങ്ങളാണ്. അപ്പോൾ ചുരങ്ങൾ ഉറച്ചല്ലോ. മാപ്പൊക്കെ നോക്കി ഒന്നുകൂടി ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിശദമായ ക്ലാസ്സുകൾ ഇത്തരത്തിലുള്ളത് ലഭിക്കാൻ, അതുപോലെ തന്നെ കൃത്യമായ ഒരു ലേണിംഗ് പ്ലാനും ഡെയിലി ക്വിസുകളും 5 ദിവസം കൂടുമ്പോൾ പരീക്ഷകളുമായി ഒരു ഫ്രീ കോഴ്സ് വിൻഡോസ് അതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.